ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് യുവർസ്കയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീറാക്ക് ഫായോട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത് വരെയാണ്. അടുത്ത സീനിൽ റിയോയാണ് കാണിക്കുന്നത്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഹിയ വന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുന്നെന്ന്. അപ്പം റിയോയാണെങ്കിൽ അവന് ഒരു മറുപടിയും കൊടുക്കാതെ വീണ്ടും വർക്ക് ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹിയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് പിടിച്ച് വാങ്ങിയാണ്. അങ്ങനെ റിയോ അത് കണ്ടിട്ട് അവനോട് പറയണ്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണം, നീ ഒന്ന് ചുമ്മാതിരിക്കുക. അപ്പം ഹിയ ചോദിക്കുന്നു, അല്ല ഫാ എവിടെയെന്ന്. അത് കേട്ടിട്ട് റിയോ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെയെല്ലാം ഒന്ന് നോക്കിയേ, നിനക്ക് അവനെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓരോ സ്റ്റുപ്പിഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. റിയോ പറഞ്ഞത് കേട്ടിട്ട് ദേഷ്യം വന്നെങ്കിൽ ഹിയ ആണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കിപ്പോൾ പറ്റില്ല, എനിക്ക് വർക്ക് ചെയ്യാനുണ്ടെന്ന്. റിയോ പറയുന്നത് കേട്ടിട്ട് മനഃപൂർവ്വം അവനെ ശല്യപ്പെടുത്താനായിട്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് കയറിയിരിക്കുകയാണ് ഹിയ. ഇത് കാണുന്ന അവനാണെങ്കിൽ ദേഷ്യം വന്ന് പെട്ടെന്ന് തന്നെ ഹിയയുടെ മുടിയൊക്കെ അലങ്കോലാക്കിയാണ്. ഇത് കണ്ടിട്ട് ഹിയ പറയാണ്, നീ മര്യാദയ്ക്ക് എൻ്റെ തലമുടി ശരിയാക്കി തരാം. അങ്ങനെ ആദ്യം റിയോ പറയുന്നുണ്ട് പറ്റില്ലെന്ന്. പിന്നെ അവൻ വീണ്ടും അവൻ പറയുന്നത് കേട്ടിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഹിയ ചോദിക്കുന്നുണ്ട്, എൻ്റെ മുടി ശരിയായോ, ഇപ്പോൾ കൊള്ളാമോ എന്ന്. അപ്പോൾ അവൻ പറയുന്ന കൊള്ളാമെന്ന്. അടുത്ത സീല് കാണിക്കുന്നത് ടീറാക്കിനെയും ഫായയാണ്. അപ്പോൾ ടീറാക്ക് ഫായോട് പറയാണ്, എന്തായാലും ഭാഗ്യമുണ്ട്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമല്ലേ മഴ പെയ്തോള്, പിന്നെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയെന്നും പറയാണ്. അത് കേട്ടിട്ട് ഫായാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയാണ്, നീ ഡിന്നർ കഴിച്ചിട്ടല്ലേ പോവോളെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല അതൊന്നും വേണ്ട, നിനക്കതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്താ വേണ്ടത് അത് പറയാം. അപ്പം ടീറാക്ക് പറയുന്നു, എനിക്ക് എന്തായാലും മതി, ഞാൻ എന്തായാലും തിന്നൂന്ന്. അങ്ങനെ ഫാ പറയുന്നു, എന്നാൽ നിനക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന്. ഇവൻ കുക്ക് ചെയ്യാൻ പോവേണമെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അവന് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ലെന്ന് തോന്നണേ, എന്നാലും പറ്റുന്ന വിധത്തിലൊക്കെ അവനെ സഹായിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവർ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും ടീറാക്ക് ഡിഷൊക്കെ കണ്ടിട്ട് അവനോട് പറയാണ്, ഓ ഈ ഫുഡല്ലേ എൻ്റെ ഫേവററ്റ് ആണല്ലോ, അല്ല നിനക്ക് എങ്ങനെ അറിയാം അതെന്ന്. അപ്പം ഫാക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവൻ പറയാണ്, അത് പിന്നെ ഇതെല്ലാം എൻ്റെ ഫേവററ്റ് ഫുഡാണെന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, സത്യമായിട്ടും ഇതൊക്കെ നിൻ്റെ ഫേവററ്റ് ഫുഡാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ആദ്യമെന്ന്. ടീറാക്കാണെങ്കിൽ മുട്ട വറുത്തതിൽ കെച്ചപ്പ് വെച്ച് സൂര്യൻ്റെ പടം വരയ്ക്കുകയാണ്. ഫാ അത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ടീറാക്ക് പറയാണ്, ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്, വേണമെങ്കിൽ നിനക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഫാ പറയുന്നു, നീ തന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് വരച്ചു തരാം. അങ്ങനെ ടീറാക്കാണെങ്കിൽ എന്ത് വരയ്ക്കുമെന്ന് ചിന്തിച്ചിട്ട് അവനൊരു മേഘം വരച്ചു കൊടുക്കുകയാണ്. ആദ്യം ഫാക്ക് അത് കണ്ടിട്ട് എന്തൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ടീറാക്കിനോട് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അത് മേഘമാണെന്ന്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ്. ടീറാക്കാണെങ്കിൽ നല്ല ആസ്വദിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അവന് ഫാ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാകുന്നുണ്ട്. കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫായാണെങ്കിൽ ടീറാക്കിനെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ടീറാക്ക് ഫായോട് പറയാണ്, ഇന്ന് എന്നെ ഫോട്ടോ എടുക്കാൻ സഹായിച്ചതിന്, അതുപോലെ ഫുഡ് തയ്യാറാക്കി തന്നതിനൊക്കെ താങ്ക്സ്, പിന്നെ നീ വീട്ടിലേക്ക് സേഫായിട്ട് പോണേ, അതുപോലെ വീട്ടിലെത്തിയോണ്ട് എനിക്ക് മെസ്സേജ് അയക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ സീറ്റ് ബെൽറ്റ് അഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവനെ കൊണ്ട് അത് അഴിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന ഫായാണെങ്കിൽ അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ടുടനെ ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ തലയെ കൈവച്ചിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഇത് കാണുന്ന ഫായ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവനെന്ന് അവൻ്റെ തലമുടി സ്മെല്ലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നതെന്ന്. അങ്ങനെ സീറ്റ് ബെൽറ്റ് അഴിച്ചു കൊടുത്തതിന് ശേഷം ഫാ ടീറാക്കിനോട് പറയുകയാണ്, ടീറാക്ക് ഇന്ന് നിൻ്റെ മുടി സ്മെല്ലൊന്നും ഇല്ലെന്ന്. അങ്ങനെ ഫാ പറയുന്നത് സത്യമാണോ എന്ന് അറിയാനായിട്ട് ടീറാക്ക് അവൻ്റെ കൈ തലയിൽ വെച്ചിട്ട് അത് മണത്ത് നോക്കിയാണ്. എന്നിട്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഫായാണെങ്കിൽ ടീറാക്ക് വീടിനകത്തേക്ക് പോയതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ടീറാക്കിൻ്റെ ഫ്രണ്ട്സ് അവന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയി ആണെങ്കിൽ ഇവ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ചോദിക്കുന്നത് ഫായുടെ വീട്ടിൽ പോയ കാര്യങ്ങളാണ്. അപ്പോൾ ടീറാക്ക് പറയുകയാണ്, അവിടുത്തെ വ്യൂ ഒക്കെ നല്ലതായിരുന്നു, സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടി, അതുകൊണ്ട് എൻ്റെ വീഡിയോ നല്ല രീതിയിൽ തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ജോയി ചോദിക്കുന്നു, ഡാ നീ നിൻ്റെ വർക്കിനെ പറ്റി മാത്രമല്ലേ പറയുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ടീറാക്ക് പറയുന്നു, പിന്നെ ഫായ എനിക്ക് വേണ്ടി ഡിന്നറൊക്കെ തയ്യാറാക്കി തന്നെന്ന്. ഇത് കേൾക്കുന്ന ലീ ചോദിക്കുന്നു, ഇതൊക്കെ വലിയ കാര്യമാണോ, ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാ കപ്പിൾസും ചെയ്യുന്നതല്ലേ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതെ എനിക്കത് അറിയാം, എന്നാലും അവൻ നല്ല കൈൻഡ് ആയ ഒരാളാണെന്ന്. ഇവർ ഫേക്ക് റിലേഷൻഷിപ്പിലാണെന്ന് അറിയാത്ത ജോയി ആണെങ്കിൽ, അയ്യോ നിങ്ങൾ എന്ത് നല്ല ക്യൂട്ടായ കപ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ടൈപ്പ് ചോദിക്കുന്നു വേറൊന്നും നടന്നില്ലേന്ന്. ഇത് കേൾക്കുന്ന ടീറാക്കാണെങ്കിൽ നല്ല രീതിയിൽ ഷൈ ആകുകയാണ്. പിറ്റേന്ന് ലീയും ടീറാക്കും കൂടെ നടന്നു പോകുന്ന സമയത്ത് ടീറാക്ക് ഫായോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ഫായോട് ചോദിക്കുകയാണ്, നീ ഇന്ന് മാച്ചിനായിട്ട് ഗ്രൗണ്ടിൽ വരൂലേ, ഞാൻ നിനക്ക് എന്തായാലും സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ ഫാ പറയുന്നു ഞാൻ ലോക്കർ റൂമിൽ വെയിറ്റ് ചെയ്യാമെന്ന്. പിന്നെ ടീറാക്കാണെങ്കിൽ ഫായെ കാണാനായിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ലോക്കർ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ലീയോട് പറയാണ്, ലീ നിൻ്റെ സജഷൻ നല്ലതായിരുന്നു, അതുവഴി എനിക്ക് അവനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പം ലീ പറയുന്നു അതൊക്കെ ശരിയല്ല, ഇപ്പം പെട്ടെന്ന് എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അത് പിന്നെ ഫായോട് താങ്ക്സ് പറയാനായിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് കയറി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ടീറാക്ക് നീ എന്നെ കാണാനായിട്ടാണോ ഇവിടെ വന്നേന്ന്. അപ്പം ലീ ചോദിക്കുന്നു അല്ല, അവൻ എന്തിനാ നിന്നെ കാണാനായിട്ട് വരുന്നത്, അവൻ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ടാണ് ഇവിടെ വന്നതെന്ന്. അത് കേട്ടിടഞ്ഞ് ഓയാണെങ്കിൽ ഒരുമാതിരി പുച്ഛിച്ച് ചിരിച്ചിട്ട് പറയാണ്, ഇവനും ഫായും കൂടെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന്. അപ്പം ലീ പറയുന്നു അത് നിന്റെ കുഴപ്പമാണ്, അത് നിനക്ക് വിശ്വസിക്കാതിരിക്കാം, ഞാൻ എന്തായാലും ഇവനെ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് ടീറാക്കിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കിയാണ്. അപ്പോൾ ഓയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടീറാക്കിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞു തീർന്നില്ലല്ലോ എന്ന്. അപ്പം ലീ പറയുന്നത് എന്നാൽ നിനക്ക് പറയാനുള്ളത് നീ പെട്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ചോദിക്കുകയാണ്, ടീറാക്ക് നീ എൻ്റെ മാച്ച് കാണാനായിട്ട് വരുമോ, പിന്നെ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു നിന്നെ കുറേ നാളായി കണ്ടിട്ട് അതുകൊണ്ടൊന്ന് കാണണമെന്ന്, നീ വരുമെന്ന്. അങ്ങനെ ഇവൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഫാ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എന്തോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു അത് പിന്നെ എന്നെ അവൻ്റെ മാച്ച് കാണാനായിട്ട് വിളിച്ചെന്ന്. അപ്പം ഫാ ചോദിക്കുന്നു ഇവിടുത്തെ സംസാരമൊക്കെ കഴിഞ്ഞോ, എന്നാൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പോകണമെന്ന്. അപ്പം വീണ്ടും ടീറാക്കിനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ മാച്ച് കാണാനായിട്ട് വരുമോ, എന്നെ ചിയർ ചെയ്യാൻ വരുമോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു ഞാനും അതിലൊരു പ്ലെയർ അല്ലേ, അപ്പം ടീറാക്ക് എന്നെ ചിയർ ചെയ്യാനായിട്ട് വരുമെന്ന്. അത് കേൾക്കുന്ന ചോദിക്കുകയാണ്, അതിന് നീ ഇതിലൊരു പ്ലെയർ ഒന്നും അല്ലല്ലോ എന്ന്. അപ്പം ഇത് കേട്ട് അവൻ ചോദിക്കുകയാണ്, അങ്ങനെ നിൻ്റെ അടുത്ത് ആര് പറഞ്ഞെന്ന്. അപ്പോൾ പറയുന്നു എന്നാൽ ശരി നമുക്ക് മാച്ച് സമയത്ത് കാണാമെന്ന്. പറഞ്ഞതൊക്കെ കേട്ടിട്ട് മനഃപൂർവ്വം ഓയെ കാണിക്കാനായിട്ട് കഴിഞ്ഞാൽ ടീറാക്കിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഫാ അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി അവർ വഴിയിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. അപ്പം ലീ ആണെങ്കിൽ ഫായോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു അതോ വീട്ടിലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാനിപ്പോൾ എൻ്റെ കോണ്ടോയിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഫാ പറഞ്ഞത് കേട്ടിട്ട് ലീ ആണെങ്കിൽ ടീറാക്കിനോടും ഫായോടും ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൻ പോയതിന് ശേഷം ടീറാക്കിനോട് ഫാ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ പോവും, പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, ഞാൻ ചോദിക്കട്ടെ എന്ന്. അപ്പോൾ ഫാ പറയുന്നു നീ ചോദിക്കുന്നു. അപ്പോൾ ടീറാക്ക് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഈ തവണ മാച്ചിന് ഇറങ്ങിയതെന്ന്. അപ്പോൾ ഫാ പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ തവണ ഇറങ്ങണമെന്ന് കരുതിയതല്ല, ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് എന്നെ ഇഷ്ടമേ അല്ല, കാരണം കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു പ്ലെയറുമായി വഴക്കിട്ട് അവസാനം അതൊരു അടിയിലാണ് അവസാനിച്ചത്, നിനക്ക് തന്നെ അറിയാമല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടീറാക്ക് പറയുകയാണ്, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, കാരണം എനിക്ക് ഒരുപാട് ഫ്ലോസ് ഒക്കെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒത്തിരി കൈൻഡാണ്, അതുപോലെ ആരോടും നോ പറയത്തില്ല, എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്ലോസ് ഉണ്ട്, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ ആകണ്ടെന്ന്. അങ്ങനെ ടീറാക്ക് പറയുന്നതൊക്കെ കേട്ടിട്ട് ഫാ ഓക്കെ പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, പിന്നെ ഒരു കാര്യം ടീറാക്ക്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയം നീ മറ്റുള്ളവർക്ക് അത് ഫീൽ ആകുമെന്ന് കരുതി നിനക്ക് എന്താണോ പറയാനുള്ളത് നീ അത് പറയാതിരിക്കരുത്, നിൻ്റെ മനസ്സെന്താണോ പറയുന്നത് അത് തന്നെ നീ അവരോട് പറയാനായിട്ട് നോക്കണമെന്ന്. അപ്പം ഫാ പറയുന്നത് കേട്ടിട്ട് അവൻ പറയുന്നു ശരിയെന്ന്. എന്നിട്ട് അവൻ പറയാണ്, പിന്നെ ഫാ നിനക്ക് എന്തെങ്കിലും ഒരു ഫ്ലോസ് ഉണ്ടാകുന്ന സമയം ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യുകയും നിന്നെ കാമാക്കുകയും ചെയ്യുമെന്ന്. അപ്പം ടീറാക്ക് പറഞ്ഞത് കേട്ടിട്ട് ഫാ പതുക്കെ പറയുന്നു, എന്തായാലും എൻ്റെത് റൈറ്റായ ചോയ്സ് തന്നെയാണെന്ന്. ഫാ പറയുന്നതൊക്കെ കേട്ടിട്ട് ഫാക്ക് റിയലായിട്ടും ടീറാക്കിനോട് ഫീലിങ്സ് ഉണ്ടായി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഫാ പറഞ്ഞത് കേട്ട് അന്തം വിട്ട് ടീറാക്ക് ചോദിക്കുകയാണ് എന്ത് ചോയ്സ് എന്ന്. അപ്പം ഫാ പറയുന്നു അത് പിന്നെ ഞാൻ മാച്ചിനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. പിന്നെ ടീറാക്ക് വീട്ടിലിരിക്കുന്ന സമയം അവൻ്റെ റൂമിലേക്ക് ബേബു വന്നിട്ട് അവനോട് ചോദിക്കുന്നു, അല്ല ടീറാക്ക് നീ എന്ത് ചെയ്യുന്നെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു ഇത് ഞാൻ ഫായെ മാച്ചിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കിയതാണ്, ഇതിലൂടെ എല്ലാവരും ഞങ്ങൾ ഡേറ്റിങ്ങിലാണെന്ന് കരുതുമെന്ന്. അങ്ങനെ ആ കാർഡൊക്കെ കണ്ടിട്ട് ബേബു ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഫായുടെ ഫുൾ നെയിം എഴുതിയിരിക്കുന്നത്, സാധാരണ കപ്പിൾസൊക്കെ നിക് നെയിംസ് അല്ലേ യൂസ് ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു നിക് നെയിമോ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ബേബു പറയുന്നു ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, നീ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് എഴുതാൻ. അങ്ങനെ ടീറാക്കാണെങ്കിൽ ബേബു പറഞ്ഞതുപോലെ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ബേബു ഓരോന്നായിട്ട് പറയുകയാണ്, ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനായിട്ട് നല്ല ക്യൂട്ടായ നിക് നെയിംസ് കണ്ടുപിടിക്കണം, അതായത് ഹണി, ഡാർലിംഗ്,
ഡാർലിംഗ്, ബേബി അങ്ങനെ എന്തെങ്കിലും എന്ന്. അപ്പോൾ ബേബ് പറയണ കേട്ടിട്ട് ടീറാക്ക് ബേബിനോട് ചോദിക്കുകയാണ്, അല്ല ബേബ്, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ എന്താണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കുന്നതെന്ന്. ബേബിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പേര് ഡോം എന്നാണ്, നമുക്ക് അങ്ങനെ വിളിക്കാം ഇനി. അപ്പോൾ അതിനുശേഷം അവളാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഡേറ്റിനൊക്കെ പോകണം, അതുവഴി നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരും. അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് കൈകോർത്ത് നടക്കണം, പിന്നെ ഹഗ് ചെയ്യണം, കിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ പറയണേ, കിസ്സിങ് നീ എഴുതിയെടുക്കണ്ട, നീ അത് വെട്ടിക്കളഞ്ഞു എന്ന്. അതിനുശേഷം ടീറാക്ക് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ബേബാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് അവൻ്റെ അടുത്ത് പറയണ്, ഇനി ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതിയെന്ന്. പിറ്റേന്ന് ടീറാക്ക് ഫായോട് ബേബ് ഇന്നലെ രാത്രി പറഞ്ഞു തന്ന ലിസ്റ്റാണെന്നും പറഞ്ഞ് ആ നോട്ട് കാണിക്കുന്നു. എന്നിട്ട് നിക് നെയിംസിനെ പറ്റിയും പറയാണ്. അപ്പോൾ ഫാ ചോദിക്കുന്നു, നിക് നെയിമോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, അതേ, നിക് നെയിം വെക്കാനാണ് ബേബ് പറഞ്ഞത്. അങ്ങനെ നീ ഇപ്പോൾ ഒരു പേര് പറയുകയാണെങ്കിൽ മാച്ചിനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കാർഡിലും അത് എഴുതാം. എന്തായാലും നീ പറ, നീ എന്താ എന്നെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഫാ ചിരിച്ചിട്ട് പറയുന്നു, നോട്ടി ബേബി എന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, ഞാൻ നോട്ടിയാണോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അല്ല, നീ നോട്ടിയൊന്നും അല്ല, പക്ഷേ ആ പേര് നല്ല ലവ്ലി ആയിട്ടുള്ളൊരു പേരാണ്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അത് കേട്ട് ചിരിച്ചിട്ട് ടീറാക്ക് പറയുന്നു, ഞാൻ നിന്നെ ഫാ എന്ന് വിളിക്കാന്ന്. അത് കേട്ട് ഫായെ സമ്മതിക്കുന്നുണ്ട്, നീ എന്നെ ഫാ എന്ന് തന്നെ വിളിച്ചോ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫാ കോളേജിൽ മാച്ചിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടാണ്. ഈ സമയം അവിടേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നു, നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ എൻ്റെ കൂടെ കളിച്ച് തോക്കുമെന്നുള്ള പേടിയാണോ എന്ന്. ഇവനിങ്ങനെ പറഞ്ഞത് കേട്ട ഫായാണെങ്കിൽ ദേഷ്യം വന്ന് അവനെ അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫായുടെ ഫ്രണ്ട്സ് അവനെ തടഞ്ഞു നിർത്തുകയാണ്. രാത്രി ടീറാക്ക് ഫാക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫാക്ക് വേണ്ടി തയ്യാറാക്കിയ കാർഡ്സ് ഒക്കെ കാണിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യുവർ സ്കൈ യു ക്യാൻ ഡു ഇറ്റ് എന്ന്. യുവർ സ്കൈ എന്ന് പറയുന്നത് ഫായുടെ ടീമിൻ്റെ പേരാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇത് കൊള്ളാന്ന്. അപ്പോൾ ടീറാക്ക് പറയണ്, ഇത് മാത്രമല്ല, വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്, അത് നിനക്ക് നാളെ അറിയാൻ പറ്റുമെന്ന്. എന്നിട്ട് അവൻ പറയണേ, എന്തായാലും ബൈ, നമുക്ക് നാളെ കാണാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യണം. പിറ്റേന്ന് ഹിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് റിയോ വന്നിട്ട് അവനോട് പറയണ്, വാ, നമുക്ക് മാച്ച് നടക്കുന്നിടത്തേക്ക് പോകാമെന്ന്. അങ്ങനെ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനൊപ്പം പോകാനായിട്ട് നടക്കുന്ന സമയം കാല് തന്നെ അവൻ്റെ പുറത്തേക്ക് വീഴാണ്. റിയോയ്ക്ക് ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തോന്ന് കാണിക്കുന്നേന്ന്. അപ്പോൾ ഹിയോ പറയുന്നു, അത് പിന്നെ എൻ്റെ ഷൂലേസ് അഴിഞ്ഞ് അതാ വീഴാൻ പോയത്, നീ അതൊന്ന് കെട്ടിത്തരാൻ. ഹിയ പറഞ്ഞത് കേട്ടിട്ട് ആദ്യം റിയോ പറ്റില്ലെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ കെട്ടിക്കൊടുക്കുകയാണ്. ഹിയ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ആസ്വദിച്ച് ചിരിക്കുകയാണ്. അങ്ങനെ ഷൂലേസൊക്കെ ശരിയാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ റിയോയാണെങ്കിൽ അവനെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ മാച്ചാണ് കാണിക്കുന്നത്. അവിടെ മാച്ചിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അനൗൺസ് ചെയ്യുകയാണ്. ഇത് ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള മാച്ചാണ്. വൈറ്റ് ആൻഡ് യെല്ലോ ടീമാണ് സീനിയേഴ്സ്, അവരുടെ ടീമിൻ്റെ പേര് സൺ എന്നാണ്. അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് ടീമാണ് ജൂനിയേഴ്സ്, അവരുടെ ടീമിൻ്റെ പേര് യുവർ സ്കൈ എന്നാണ്. ഇനി കളിക്കുന്നതിന് മുമ്പ് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും പറയുന്നു. അങ്ങനെ ഓയുടെ അടുത്തേക്ക് ഫാ ചെന്നിട്ട് കൈ നീട്ടുന്നുണ്ട്. പക്ഷേ ഓയാണെങ്കിൽ അവന് കൈ കൊടുക്കുന്നില്ല. മാച്ച് തുടങ്ങുന്ന സമയത്ത് ഫായാണെങ്കിൽ അവിടെ എല്ലാം ടീറാക്ക് എവിടെയെന്നുള്ള രീതിയിൽ നോക്കിയാണ്. അങ്ങനെ ടീറാക്കിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് അവനാണെങ്കിൽ നേരെ ചൊവ്വേന്നും ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓയുടെ ടീമിന് ഒരു പോയിന്റ് കിട്ടുകയാണ്. അങ്ങനെ ആ പോയിന്റിൻ്റെ കാര്യം ഓർത്ത് അവൻ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ടീറാക്ക് ഓടി വരുന്നത്. അത് അവിടേക്ക് വന്നിട്ട് അവന് വേണ്ടി ക്യൂട്ടായിട്ട് ഡാൻസ് കളിച്ച് ചിയർ ചെയ്യാണ്. ഇത് കാണുന്ന ഫാക്കിയാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓക്കാണെങ്കിൽ അങ്ങറ്റം ദേഷ്യവും വരുന്നുണ്ട്. അടുത്ത കളിയിൽ ഫായുടെ ടീമിന് ഒരു പോയിന്റ് കിട്ടുന്നു. അങ്ങനെ കളി തുടരുന്ന സമയം ഓയുടെ ടീമാണെങ്കിൽ ഫായുടെ ടീമിൽ ഓരോരുത്തരായിട്ട് തറയിലേക്ക് തള്ളിയിടുകയാണ്. അവസാനം ഓയാണെങ്കിൽ ഫായയും തറയിലേക്ക് തള്ളിയിടുകയാണ്. ഫാക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനാണെങ്കിൽ ഓയോട് വഴക്കിടാനായിട്ട് പോവുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ അടിയിലേ അവസാനിക്കുള്ളെന്ന് അറിയാമെന്നുള്ള ടീറാക്ക് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട് ഫായോട് ഫാ കാം ഡൗൺ എന്ന് പറയുന്നു. ടീറാക്ക് പറയുന്നത് കേട്ടുടനെ ഫായാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാമാകുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഫൗള് കാണിച്ചത് കൊണ്ട് സൺ ടീമിന് യെല്ലോ കാർഡ് കൊടുക്കുകയാണ്. അതുപോലെ യുവർ സ്കൈ ടീമിന് ഒരു പെനാൽറ്റി കിക്കും കിട്ടുന്നുണ്ട്. അതടിക്കാനായിട്ട് നിൽക്കുന്നത് ഫായാണ്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റോടെയാണ് നിൽക്കുന്നത്. അവ അടിക്കോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ഫാ അതിലൊരു പോയിന്റ് വാങ്ങിയാണ്. അങ്ങനെ അടുത്ത റൗണ്ടിൽ ഒരു പോയിന്റ് കൂടെ വാങ്ങിച്ച് അവർ തന്നെ ആ മാച്ചിൽ വിൻ ചെയ്യാണ്.
അങ്ങനെ ആഹ്ലാദത്തിനൊക്കെ ശേഷം റിയോയും ഹിയയും കൂടി ഡ്രസ്സ് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ റിയോ ആദ്യം കയറുന്ന സമയത്ത് ഹിയ പറയുന്നു ഞാൻ ആദ്യം കയറി, എൻ്റെ ബോഡിയിൽ ഒരുപാട് പരുക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ റിയോ പറയുന്നു അതൊന്നും പറ്റില്ല, ഞാനല്ലേ ആദ്യം വന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ കയറുമെന്ന്. അപ്പോൾ ഹിയ ആണെങ്കിൽ വാശി പിടിച്ച് അതിനകത്ത് കയറുകയാണ്. അങ്ങനെ റിയോയാണെങ്കിൽ ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല എന്നുള്ള രീതിയിൽ ഹിയയുടെ ഡ്രസ്സ് റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഹിയ വാശിയൊക്കെ കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന്. അപ്പോൾ റിയോ പറയുന്നു ഇല്ലെന്ന്. അതവൻ ചിരിച്ചോണ്ടാണ് പറയുന്നത്. പിന്നെ ലോക്കർ റൂമിൽ നിൽക്കുന്ന സമയം ടീറാക്കിനെ അവിടേക്ക് ഹിയ കൊണ്ടുവരുന്നു. ടീറാക്കിനെ കണ്ടിട്ട് ചോദിക്കുന്നു ടീറാക്ക് നീ എന്നെ കാണാനായിട്ടാണോ ഇവിടെ വന്നേന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു അതെ, ഞാൻ നിനക്ക് ഈ സ്നാക്സും വെള്ളവും അതുപോലെ ടവലൊക്കെ കൊണ്ടുതരാനായിട്ടാണ് വന്നേന്ന്. റിയോയും കൂടെ അവിടെ വന്നതിന് ശേഷം ഹിയയും റിയോയും കൂടി ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടീറാക്ക് അവർ പോയതിന് ശേഷം ഫായോട് പറയുന്നു ഇന്ന് നീ നല്ലതുപോലെ കളിച്ച് ആ ലാസ്റ്റ് ഗോളിൻ്റെ സമയത്തൊക്കെ ഞാൻ നല്ലതുപോലെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരുന്നതെന്ന്. അപ്പോൾ പറയുന്നു അതൊക്കെ ഗുഡ് മോട്ടിവേഷൻ കാരണമാണെന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഞാനാണല്ലേ എന്ന്. അപ്പോൾ പറയുന്നു അതെ എന്ന്. അങ്ങനെ ടീറാക്ക് പറയാണ് എന്തായാലും നീ ഗെയിമിൽ വിൻ ചെയ്തതല്ലേ, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാൻ എന്തായാലും നിനക്ക് തരാമെന്ന്. അപ്പോൾ ചോദിക്കുന്നു എന്തോന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു എന്തായാലും കുഴപ്പമില്ല നീ പറ, പക്ഷെ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ചോദിക്കുന്നു എന്നാൽ നമുക്കൊരു ഡേറ്റിന് പോയാലോ ഇന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു നമുക്ക് പോകാം, നീ ഇതാ ലിസ്റ്റ് അനുസരിച്ച് പറഞ്ഞതല്ലേ എന്ന് അവൻ ചോദിക്കുന്നുമുണ്ട്. ആണെങ്കിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല, അവൻ അല്ലാതെ ചോദിച്ചതാണ്. പക്ഷേ ഇവനാണെങ്കിൽ ആ ലിസ്റ്റ് അനുസരിച്ച് ചോദിച്ചാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. എന്നിട്ട് ടീറാക്ക് ഫായോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെ പോകാനാണ് ആഗ്രഹമെന്ന്. അപ്പം തിരിച്ച് ഇതേ കാര്യം ചോദിക്കുകയാണ്. അപ്പം ടീറാക്ക് പറയുന്നു അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയേ, ഇപ്പം നീ വെള്ളമൊക്കെ കുടിക്കുന്ന പറഞ്ഞ് വെള്ളവും സ്നാക്സൊക്കെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ടീറാക്കാണെങ്കിൽ പെട്ടെന്ന് ഫായുടെ കഴുത്തിൽ ടവല് വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. ഇത് പ്രതീക്ഷിക്കാതെ നിന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് അവനോട് താങ്ക്സ് പറയുകയാണ്. അപ്പം ടീറാക്ക് പറയുന്ന താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തരണ്ടേന്ന്. അങ്ങനെ പെട്ടെന്ന് തുടയ്ക്കുന്ന സമയം ടീറാക്കാണെങ്കിൽ ഫായുടെ കണ്ണിൽ കുത്തുന്നു. അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ടീറാക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് കണ്ണിന് എന്തെങ്കിലും പറ്റിയൊന്ന് നോക്കിയാണ്. ഇവരിങ്ങനെ അവിടെ നിൽക്കുന്ന സമയം അവിടേക്ക് ബേബും ഡോമും വരെയാണ്. നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ കിസ് ചെയ്യുന്നത് പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇവർ കിസ് ചെയ്യുകയാണെന്ന് കരുതിയിട്ട് ഡോം ആണെങ്കിൽ പെട്ടെന്ന് ബേബിൻ്റെ കണ്ണ് പൊത്തിയാണ്. പക്ഷേ ഡോം കണ്ണ് പൊത്തുന്നതിന് മുമ്പ് തന്നെ ബേബ് ഇത് കണ്ടായിരുന്നു. അവളാണെങ്കിൽ കാലി ഇളവി പെട്ടെന്ന് തന്നെ ഡഫാ നീ എൻ്റെ ബ്രദറിനെ എന്ത് ചെയ്യുന്നടാ, ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ അടിച്ച് കൊല്ലുമോ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കലി തൊള്ളിയാണ്. ഇവളെ അങ്ങോട്ട് വിടാതിരിക്കാനായിട്ട് ഡോം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇവളെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അവളാണെങ്കിൽ അവനിട്ടൊരു അടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവളെ വിടാതെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അവസാനം അവളാണെങ്കിൽ ടീറാക്കിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണേ ഞാൻ നിനക്ക് ആ ലിസ്റ്റ് തന്നെന്ന് പറഞ്ഞ് അതിലെ എല്ലാം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു ബേബ് നീ എന്തിനെ പറ്റിയാണ് പറയുന്നത്, അതിനിപ്പോൾ ഇവിടെ എന്താ നടന്നത്, അതിനിപ്പോൾ ഇവിടെ ഒന്നും നടന്നില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്ന ബേബ് ചോദിക്കുന്നു ഒന്നും നടന്നില്ലെന്നോ, എന്നിട്ട് ഞാൻ കണ്ടതല്ലേ നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്യുന്നതെന്ന്. ഇത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുകയാണ് നീ എന്തോന്നാണ് ബേബ് പറയുന്നത്, ഞാൻ ഫായുടെ കണ്ണിലറിയാതെ കുത്തിയായിരുന്നു, അപ്പോൾ അവൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടാന്ന് നോക്കാനായിട്ടാണ് അവൻ്റെ അടുത്തേക്ക് പോയത്, അല്ലാതെ ഞങ്ങൾ കിസ് ചെയ്തൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ബേബാണെങ്കിൽ അയ്യോ ഞാൻ വെറുതെ സംശയിച്ചെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അപ്പം നീ സത്യമാണോ പറയുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതെ ഞാൻ സത്യമാണ് പറയുന്നതെന്ന്. ഇവർ സംസാരിച്ചതിന് ശേഷം ടീം ലീഡർ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു റിവാർഡ് എന്ന രീതിയിൽ ബാർബിക്യൂ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ടീറാക്കിനെ അവൻ്റെ ഫ്രണ്ട്സിനെ പ്രത്യേകം ക്ഷണിക്കുന്നുമുണ്ട്. പിന്നെ ടീറാക്കിൻ്റെ വീടാണ് കാണിക്കുന്നത്. ബേബാണെങ്കിൽ ഡോമിനോട് പറയണേ എനിക്കിന്ന് വരാൻ പറ്റില്ല, വയറുവേദനയുണ്ട്, ഞാൻ മെഡിസിനൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാൻ, നീ ടീറാക്കിനൊപ്പം പോവാൻ. ഇത് കേട്ടിട്ട് ഡോം പറയുന്നു ശരി എന്നാൽ നീ റെസ്റ്റ് എടുക്കാൻ. ഈ സമയം അവിടേക്ക് ടീറാക്ക് വന്നിട്ട് പറയുന്നു വാ നമുക്ക് പോകാന്ന്. എന്നിട്ട് അവൻ ബേബിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ബേബ് നീ എന്താ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത്, നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ബേബ് പറയുന്നു എനിക്ക് വയറ് വയ്യ, അതുകൊണ്ട് നീ പൊയ്ക്കോ, പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഫായോട് അധികം ക്ലോസ് ആകാനൊന്നും നോക്കരുത്, നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു എനിക്ക് മനസ്സിലായി, പിന്നെ നീ റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അവർ ടീം ലീഡർ പറഞ്ഞ ആ സ്ഥലത്തെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീം ലീഡർ ആണെങ്കിൽ എണീറ്റിട്ട് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരെ ടീം വിൻ ചെയ്യിപ്പിച്ചതിന്.
എന്നിട്ട് ഹിയയോട് പറയണ്, നീ ഇന്ന് നല്ലതുപോലെ കളിച്ച് ഞാൻ നിൻ്റെ ഹെഡിലൊരു കിസ് തരട്ടെ എന്നും പറഞ്ഞ് ടീം ലീഡർ അവന് കിസ് കൊടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ റിയോ പെട്ടെന്ന് പറയുന്നു കിസ്സൊന്നും വേണ്ടെന്ന്. അതിനുശേഷം അയാൾ പറയണ്, ആ ഒരു കിസ്സല്ലേ, ഇനിയിപ്പോൾ കിസ് ഇല്ലെങ്കിൽ വേണ്ട, എന്തായാലും അവനോട് നല്ല രീതിയിൽ തന്നെ നന്ദി പറയണം, കാരണം അവൻ നമ്മുടെ മേജർ സ്പോൺസറാണ്, ഒരു ചാർജും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവ സ്ഥലം തന്നതെന്ന്. അപ്പോൾ ഹിയ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെയല്ലേ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.